CPM കായംകുളം ഐക്യ ജംഗ്ഷൻ ബ്രാഞ്ച് കമ്മിറ്റി കായംകുളം ഇസാറ കണ്ണാശുപത്രി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പും SSLC +2 ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും നടത്തി. ക്യാമ്പിന്റെ ഉദ്ഘാടനം CPM ഏരിയ സെക്രട്ടറി B. അബിൻ ഷാ ഉദ്ഘാടനം നിർവഹിച്ചു. CPM കായംകുളം ഐക്യ ജംഗ്ഷൻ ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പും SSLC +2 വിജയികൾക്കുള്ള കായംകുളം ഇസാറ കണ്ണാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. നേത്രപരിശോധനാ ക്യാമ്പ് CPM കായംകുളം ഏരിയ സെക്രട്ടറി B. അബിൻ ഷാ ഉദ്ഘാടനം ചെയ്തു. അനുമോദനവും ആദരിക്കലും CPM ജില്ലാ കമ്മിറ്റി അംഗം ഷെയ്ഖ് പി ഹാരിസ് നിർവഹിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി O. ഹാലിദ് അധ്യക്ഷനായി. ബ്രാഞ്ച് സെക്രട്ടറി സജീബ് സ്വാഗതം പറഞ്ഞു. K. ശിവപ്രസാദ്, അഡ്വക്കേറ്റ് D. സുധാകരൻ, അജി മംഗലത്ത്, റജീല നാസർ, ഹുസൈൻ കളീക്കൽ, മിനി സലീം, അബ്ദുൽ ജലീൽ, അബ്ദുൽ വാഹിദ്, മുഹമ്മദ് ജുറൈദ്, ഷൈജു ബാബു തുടങ്ങിയവർ സംസാരിച്ചു. CPM ഐക്യ ജംഗ്ഷൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗം അബ്ദുൽ ജലീൽ കൃതജ്ഞത പറഞ്ഞു. കഴിഞ്ഞ 10 വർഷക്കാലം ക്യാമ്പ് സംഘടിപ്പിച്ച സാഹചര്യത്തിലല്ല ഇപ്പോഴത്തെ ക്യാമ്പ്. 10 വർഷക്കാലം ക്യാമ്പുകൾ സംഘടിപ്പിക്കുമ്പോൾ, മറ്റ് പരിപാടികൾ നാം നടത്തുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിലുണ്ടായി. സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു ഭരണകൂടം. ആ ഭരണകൂടം ഇപ്പോൾ മാറി ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റാണ് അധികാരത്തിൽ വന്നത്. ഞാൻ ഈ ഒരു വേദിയിൽ ഒരു പൊതുരാഷ്ട്രീയം പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. ആ ഗവൺമെന്റുകൾ നടത്തിയ പ്രവർത്തനങ്ങളെയും ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെയും വിലയിരുത്തുവാൻ കാലമാകുന്നതേയും, പക്ഷെ കേവലം 40 ദിവസം പോലും ആകാത്ത ഗവൺമെന്റ് കിതയ്ക്കുന്ന കാഴ്ച നാം കാണുകയാണ്. ഇന്ന് ഈ ക്യാമ്പ് സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത കൂടി നാം കാണണം. കായംകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ ഒരു വിമർശനപരമായി തന്നെ ഞാൻ പറയുകയാണ്, അതൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണല്ല, ഒരു പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമാണ്. നമ്മളിന്നിപ്പോൾ കണ്ണാശുപത്രിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് ഇവിടെ നടത്തുമ്പോൾ അപ്പുറത്ത് നമുക്ക് ചെന്ന് കയറാൻ പറ്റുന്ന ഈ നാട്ടിലെ ജനങ്ങളുടെ ആശ്രയ കേന്ദ്രം സർക്കാർ ആശുപത്രിയാണ്. പിന്നീട് 1967 EMS വീണ്ടും മുഖ്യമന്ത്രിയായി CPIMന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോഴാണ് 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യം ഏർപ്പെടുത്തി. അങ്ങനെ 1 മുതൽ 4 വരെയും 5 മുതൽ 10ാം ക്ലാസ് വരെയും EMSന്റെ ഗവൺമെൻറ്റുകളാണ് കേരളത്തിലെ പാവപ്പെട്ട വീട്ടുകളിൽ നിന്ന് കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുത്തത്. ഈ കഴിഞ്ഞ 5 വർഷത്തെ ഗവൺമെൻറ്റാണ് ചരിത്രത്തിലാദ്യമായി, അതായത് പിണറായി വിജയൻ നേതൃത്വം നൽകിയ മുഖ്യമന്ത്രിയായിരുന്ന ഭരണകാലയളവിലാണ് കേരളത്തിൽ ആദ്യമായി ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമായി തീരുമാനിച്ചു. അപ്പോൾ എല്ലാ ഡിഗ്രി വിദ്യാർത്ഥികൾക്കും ഫീസ് കൊടുക്കേണ്ട കാര്യമില്ല, അവർക്ക് സൗജന്യമായി പഠിക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുത്തതും പിണറായി വിജയന്റെ ഗവൺമെന്റ്. CDNet ന്യൂസ് കായംകുളം.